യോഗത്തിൻ്റെ അധ്യക്ഷൻ ഈ പ്രതിഷേധ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന CSTSൻ്റെ സമുന്നതരായ നേതാക്കന്മാരെ, വളരെ വേഗം തീരുമാനിച്ച പ്രോഗ്രാമിൽ കടന്നു വന്ന മുഴുവൻ പ്രവർത്തകരെയും നേതാക്കളെയും ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കട്ടെ. വിയർപ്പ് തൊന്നിയിട്ട കുപ്പായം. ഈ സമീപകാലത്ത് നമ്മൾ കേട്ട ഒരു പാട്ടുണ്ട്. അതിൻ്റെ വരികൾ നിങ്ങളിൽ പലർക്കും അറിയാം. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല. അദ്ദേഹത്തിൻ്റെ വരികൾ അങ്ങനെ തുടരുകയാണ്. നീ തമ്പുരാനുമല്ലെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ആർക്കൊക്കെയോ അലോസരമായി മാറി എന്നുള്ളതാണ്. ഏപ്രിൽ മാസം 28-ാം തീയതി തൃപ്പൂണിത്തറയിലെ ഫ്ലാറ്റിലെത്തി വേടൻ എന്ന ചെറുപ്പക്കാരനെ അദ്ദേഹം കേരളത്തിൽ ഉയർത്തിയ സന്ദേശം അമ്പത്തൂരുടെയും അയ്യങ്കാളിയുടെയും ശ്രീകുമാര ഗുരുദേവന്റെയും പാമ്പാടി ജോൺ ജോസഫ് അടക്കമുള്ള നവോത്ഥാന ഗുരുക്കന്മാരുടെ ആശയങ്ങളെ തന്റെ ഗാനത്തിലൂടെ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മളത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലങ്ങളായി. പക്ഷെ വേടൻ അത് മറ്റൊരു റാപ്പ് സംഗീതത്തിലൂടെയാണ് പ്രചരിപ്പിച്ചത്. റാപ്പ് സംഗീതത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. 1970-ലാണ് അത്തരമൊരു സംഗീതം രാജ്യത്തുടനീളം കേട്ടു തുടങ്ങി. അത് വിദേശ രാജ്യങ്ങളിലാണ് റാപ്പ് സംഗീതം. അതിനെ പ്രതിരോധത്തിന്റെ സംഗീതം എന്നാണ് പറയുന്നത്. പ്രതിരോധത്തിന്റെ സംഗീതം. അത് അടിമത്തത്തിന്റെ നുകങ്ങളിൽപ്പെട്ട് പിടഞ്ഞ ആളുകൾക്ക് വേണ്ടിയുള്ള സംഗീതം, പ്രതിഷേധത്തിന്റെ ജ്വാല, അങ്ങനെ അർത്ഥമാക്കുന്ന ഒന്നാണ് റാപ്പ് എന്ന് പറയുന്ന സംഗീതം. ആ സംഗീതം 2020-ലാണ് കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ, തൃശ്ശൂരുകാരൻ, തന്റെ സിദ്ധമായ ശൈലിയിലൂടെ ആ പാട്ട് കേരളക്കരയെ ആകെ അവതരിപ്പിച്ചു. ആദ്യം 500 പേര് ആ പാട്ട് കേട്ടു, പിന്നീട് 1000-മായി, പിന്നീട് 10,000-മായി. ആ പാട്ടുകൾ കേൾക്കാം കേരളത്തിലെ ചെറുപ്പക്കാർ അവരുടെ മനസ്സിലേക്ക് ലഹരിയായി ഒഴുകിയെത്തി. നമ്മൾ പറയാറുണ്ട്, ഈ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ടവന്റെ വേദനകളെ ഒപ്പിയെടുത്ത് അദ്ദേഹം തന്റെ റാപ്പ് ഗാനത്തിലൂടെ അവതരിപ്പിച്ച, സംഗീതത്തിലൂടെ അവതരിപ്പിച്ച പ്രതിഷേധത്തിന്റെ ജ്വാല യഥാർത്ഥത്തിൽ കൊണ്ടത് കേരളത്തിലെ ഭരണകൂടത്തെയാണ്. കേരളത്തിലെ ഭരണകൂടത്തിനാണ് ആ പ്രഹരമേറ്റത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് 2020 മുതൽ അദ്ദേഹം നടത്തിയ ആ റാപ്പ് ഗാനത്തെ നിരോധിക്കുവാനും, ആ ശബ്ദം കേരളത്തിലെ ചെറുപ്പക്കാരുടെ മനസ്സിൽ അലയടിച്ചാൽ അത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് തോന്നൽ ഉളവാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, കേരളത്തിലെ ഫോറസ്റ്റ് വകുപ്പും ഗൂഢാലോചന നടത്തി 28-ാം തീയതി അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തൃപ്പൂണിത്തറ ഫ്ലാറ്റിലെത്തുമ്പോൾ ഒരു വലിയ മഴവ് അവിടെ ഇരിക്കുന്നു. അപ്പൊ അവർ തീരുമാനിച്ചു, നമ്മുടെ സെക്ഷനിൽ ആംസ് ആക്ട് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്, അതിലൂടെ ഇവരെ പെടുത്താം. ഒരു പോലീസുകാരനോട് പറഞ്ഞു അതുകൂടെ എടുത്തോളാൻ പറഞ്ഞു. അതുകൂടെ എടുത്തോണ്ടാ പോയി. ആ ഫ്ലാറ്റിൽ 8 പേരുണ്ടായിരുന്നു. 8 പേരുടെ മേശപ്പുറത്ത് നിന്ന് കിട്ടിയത് 6 ഗ്രാം കഞ്ചാവ് പൊതിയാണ് എന്നാണ് അവർ പറയുന്നത്. കഞ്ചാവ് ഉപയോഗിക്കുന്നതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. അതിനെയൊക്കെ നമ്മൾ എതിർക്കുന്ന സംഘടനയാണ്. ലഹരിക്കെതിരെ പോരാടുന്ന സംഘടന തന്നെയാണ് CSTS. പക്ഷേ 8 പേർ കൂടി 6 ഗ്രാം കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ മഴുവും കൂടി എടുത്തുകൊണ്ട് പോയി. അവിടെ ചെന്ന് അദ്ദേഹത്തോട് വിശദമായി ചോദിച്ചു. പറഞ്ഞു, കഞ്ചാവ് ഞാൻ ഉപയോഗിക്കാറുണ്ട്, അല്പം മദ്യം ഉപയോഗിക്കാറുണ്ട്, എൻ്റെ ഭാഗത്തുള്ള വീഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
അവന്റെ മഴുവ് ആരെ കൊല്ലാനാണ് കൊണ്ടുപോയെന്നാണ് പോലീസ് ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഓൺലൈൻ വഴി വരുത്തിയ മരുവാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോൾ അതിന് മൂർച്ചയില്ല. ഇപ്പൊ ആംസ് ആക്ട് വകുപ്പ് ഇടാൻ പറ്റാതെ വന്നു. അപ്പൊ എന്ത് ചെയ്യണം? അദ്ദേഹം പെട്ടെന്ന് ആലോചിച്ചു, പോലീസ് ആലോചിച്ചു, ഇദ്ദേഹത്തെ എങ്ങനെ കൊടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ മാലയോടൊപ്പം ഒരു ലോക്കറ്റ് ഇങ്ങനെ ചെരിഞ്ഞു കിടക്കും. ഇതെന്താന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ് നഖമാണ്, എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സുഹൃത്ത്, ശ്രീലങ്കയിലുള്ള ഒരു സുഹൃത്ത്, എൻ്റെ ഒരു സുഹൃത്ത് തന്നതാണ്. ശ്രീലങ്കക്കാരനല്ല എങ്കിലും ഒരു സുഹൃത്ത് തന്നതാണ്. പക്ഷെ പോലീസിന് അതും കൊണ്ട് ദഹിച്ചില്ല. ഇതിനു മുമ്പേ പോലീസിനും ആഭ്യന്തര വകുപ്പിനും ഫോറസ്റ്റ് വകുപ്പിനും ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവരാ സമയം ഈ ലോക്കറ്റിലേക്ക് വരികയാണ്. എന്താ ചെയ്തത് നിങ്ങൾ അറിഞ്ഞല്ലേ? പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വായിച്ചതല്ലേ? 7 വർഷം തടവ് കിട്ടുന്ന ഒരു കുറ്റം ചുമത്തി പുതിയ ആക്ട്, BNSS പറയുന്ന ആക്ട് ചേർത്ത് പുലിയെ കാട്ടിൽ പോയി വേടൻ ബലമായി പിടിച്ച് 2 നഖം പറിച്ചെടുത്തു എന്നുള്ള നിലയിൽ ആ പറിച്ചെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അദ്ദേഹം തൃശ്ശൂർ കൊണ്ടുപോയി അത് നന്നാക്കി തന്റെ മാലയിൽ അണിഞ്ഞു. രാജ്യത്ത് ഇതുവരെ ഉണ്ടാകാത്ത ഏറ്റവും വലിയ കുറ്റമാണെന്നാണ് ഫോറസ്റ്റും പോലീസും പറയുന്നത്. അദ്ദേഹം സത്യം തുറന്നു പറഞ്ഞു. എനിക്കൊരു സുഹൃത്തെന്ന് അന്വേഷിക്കാൻ പോലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തയ്യാറല്ല. കാരണം തിരുവനന്തപുരത്തെ ഭരണകൂടത്തിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഏത് വിധേനയും ഈ വേടനെ ഇല്ലാതാക്കുവാനുള്ള ഗൂഢാലോചനയുടെ ഫലമായി 7 വർഷം തടവ് കിട്ടാവുന്ന, ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചേർത്ത് ഇദ്ദേഹത്തെ ജയിലിലടയ്ക്കുവാൻ തീരുമാനിക്കുകയാണ്. നാട്ടിലെ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു. ദൃശ്യമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഒന്നടങ്കം പ്രതിഷേധിച്ചു. അപ്പോൾ മന്ത്രി പറഞ്ഞു എന്താണെന്ന് അറിയാവോ? വേടൻ പുലിനഖം എവിടുന്ന് കണ്ടു, എവിടുന്ന് കൊണ്ടുവന്നു എന്നുള്ളത് കോടതിയിൽ തെളിയിക്കട്ടെ. കാരണം വേടൻ അകത്ത് പോകും എന്നാണ് അവർ പറഞ്ഞത്. മന്ത്രി ശശീന്ദ്രൻ ഫോറസ്റ്റ് വകുപ്പ് മന്ത്രിയാ. കേരളത്തിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ ആണിയടിക്കാൻ നിയോഗിക്കപ്പെട്ടയാളാണ് ശശീന്ദ്രൻ എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ശശീന്ദ്രൻ പറഞ്ഞു, വേടൻ കോടതിയെ തെളിയിക്കട്ടെ, ലോക്കറ്റ് എവിടെ നിന്ന് കിട്ടി? പക്ഷേ കോടതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോവുകയാണ്. ആ സമയത്ത് കേരളത്തിലെ പല മാധ്യമങ്ങളും ഈ വേടനെതിരെ മോശമായ പ്രചരണം നടത്തി. നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിൽ വന്ന വാർത്ത ലജ്ജാകരമായ ഒരു വാർത്തയായിരുന്നു. വേടന്റെ പാട്ടുകൾ അവസാനിക്കുന്നു എന്ന സൂചന തെളിയിക്കൊണ്ട് ഏഷ്യാനെറ്റ് അന്ന് കമന്റ് ഇട്ടു. എന്നാൽ ചില മാധ്യമങ്ങളൊക്കെ വേടനെ വേട്ടയാടുന്നത് അംഗീകരിക്കാൻ കഴിയത്തില്ല എന്ന് പറയുകയും ചെയ്തു. എന്താ സംഭവിച്ചത്? കേരളത്തിന്റെ ഭരണകൂടം മുഴുവൻ ഈ അറസ്റ്റിനെ അന്ന് ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. നമ്മളിത് ഇന്നിവിടെ നടത്തിയ മുദ്രാവാക്യം വിവേചനങ്ങൾ നടന്നു, വിവേചനങ്ങൾക്കെതിരെ വേടന്റെ പാട്ട് തുടരട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. എന്താ കാരണം? വേടൻ പാടിയ പാട്ടുകൾക്ക് രാജ്യത്ത് നടന്ന വിവേചനങ്ങൾക്കെതിരെയുള്ള പാട്ടുകളാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒരു പ്രഹരശക്തിയായി മാറി പലരുടെയും മനസ്സുകളിൽ. അങ്ങനെ വേടന് അനുകൂലമായും പ്രതികൂലമായും പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നു. ഞാൻ ഈ സംസ്ഥാന ഗവൺമെന്റിനോട് ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്ത് തന്നെ മലപ്പുറം ജില്ലയിൽ മലപ്പുറം കളക്ടറേറ്റിൽ കളക്ടർ ഇരിക്കുന്ന ഡയസിന് തൊട്ടുപുറകിലായി 4 ആനക്കൊമ്പുകൾ ഇരിപ്പുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് നാളെ രാവിലെ പോയ കാണാം. മലപ്പുറം കളക്ടറേറ്റിൽ കളക്ടർ ഇരിക്കുന്നതിന് പുറകുവശത്തായിട്ട് 4 ആനക്കൊമ്പുകൾ ഇരിപ്പുണ്ട്. ഈ ആനക്കൊമ്പുകൾ എവിടെ നിന്ന് കൊണ്ടുവന്നു? കളക്ടർ മോഷിച്ചതാണോ? ആനയെ കൊന്നിട്ട് കൊണ്ടുവച്ചതാണോ? ഗവൺമെന്റ് മറുപടി പറയണ്ടേ? അവർക്കത് അന്വേഷിക്കാൻ സമയമില്ല.
2011 കേരളത്തിന്റെ മഹാനടൻ എന്നൊക്കെ ചിലർ വിശേഷിപ്പിക്കുന്ന മോഹൻലാല് അദ്ദേഹത്തിന്റെ വീട്ടിൽ 3 ആനക്കൊമ്പുകൾ. ഒരു പോലീസുകാരനും ഒരു ഫോറസ്റ്റുകാരനും മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. 2025 നമ്മുടെ MP കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കഴുത്തിലും ഒരു പുലിയുടെ ലോക്കറ്റ്, പുലിനഖത്തിന്റെ ലോക്കറ്റുണ്ട് എന്ന് പലരും പരാതി കൊടുത്തു. നമ്മുടെ പോലീസ്, നമ്മുടെ ഭരണകൂടം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ട ഒരു വസ്തുത. പിന്നെ എന്തുകൊണ്ടാണ് വേടനെ മാത്രം വേട്ടയാടുന്നത്? അതാണ് വേടന്റെ പ്രകരശേഷിയുള്ള പാട്ടുകൾ കാര്യരും പാണിയായി ചില ആളുകളുടെ മനസ്സിലേക്ക് തറച്ചു. നമ്മൾ കേട്ട പാട്ടുകൾ എന്തൊക്കെയാ? നിങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടേതാകും പൈങ്കിളിയെ, നേരം പോയി കുഞ്ഞിക്കിളിയെ പൈങ്കിളിയെ എന്ന് പാടിയ നമ്മുടെ പഴയ പേട്ടുപാട്ടുണ്ടല്ലോ. ആ പേട്ടുപാട്ട് കേട്ട് നമ്മൾ പഠിച്ചു വരാൻ മുഴുവൻ. ആ സ്ഥാനത്ത് വേടൻ പറയുന്നു, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിന്റെ നിറം മങ്ങില്ല കട്ടായം, ഞാൻ പാണനല്ല പറയനല്ല പുലിയനല്ല, നീ ഒരു തമ്പുരാനുമല്ലടാ എന്ന് പറഞ്ഞ് അവിടെ ഒരു വാചകം പൂരിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങളങ്ങ് പൂരിപ്പിച്ചാൽ മതി. ഈ വാചകങ്ങൾ കേരളത്തിലെ അധികാരവർഗത്തിന്റെ നെഞ്ചിലിടിത്തിയായി വീണതുകൊണ്ടാണ് വേടനെ വേട്ടയാടിയത്. വേടനെതിരെ 2 ദിവസം ഫോറസ്റ്റിന്റെ കസ്റ്റഡി വെച്ചു. അദ്ദേഹത്തിന് വല്ലതും പറ്റിയോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഫോറസ്റ്റിന്റെ കസ്റ്റഡി വെച്ചു. 3-ാം ദിവസം പെരുമ്പാവൂർ കോടതിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. 3-ാമത്തെ ദിവസം പെരുമ്പാവൂർ കോടതിയിൽ ചെന്ന് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുവാൻ വേണ്ടി 100 കണക്കിന് പോലീസുകാർ, ഫോറസ്റ്റ് ഓഫീസർമാർ, അവരെല്ലാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾ 7 വർഷം തടവ് കിട്ടാവുന്ന വകുപ്പുകൾ ചേർത്ത് പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ചെന്നു. മജിസ്ട്രേറ്റ് അത് വിശദമായി പരിശോധിച്ചതിന് ശേഷം ഈ പുലിനഖം എവിടുന്ന് കിട്ടി എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തിയോന്ന് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് വാക്കില്ല, നാക്കില്ല, മിണ്ടാതിരിക്കുക. ഇത് പുലിനഖമാണ്, നിങ്ങൾ പരിശോധിച്ചോ? ഇല്ല. അവരെ ഉറപ്പിക്കുക, വേടന്റെ കഴുത്തിൽ കിടന്നുകൊണ്ട് ഇത് പുലിനഖ, വേടനത് പറ്റത്തില്ല. മോഹൻലാലിനും മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കും ചില ആളുകൾക്കുമൊക്കെ ആനക്കൊമ്പും പുലിനഖമൊക്കെ ഉപയോഗിക്കാമെങ്കിൽ വേടന് ഉപയോഗിക്കാം എന്നാണ് കോടതി കൊടുത്ത ജാമ്യത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടത്. നിങ്ങളറിയണം, മജിസ്ട്രേറ്റ് കോടതി, ആ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കൊടുത്തു. ജാമ്യം കൊടുത്ത് ഫോറസ്റ്റുകാർ ചെട്ടിപ്പോയി. അതിനിടയിൽ കേരളത്തിലൊരു 40 വർഷമായി സംഗീത ലോകത്ത് നിറഞ്ഞാടുന്ന ഒരു ഗായകനുണ്ട്. അയാൾ പറയുക, ഈ വേടനേതാ ഇവനെ അറിയത്തേയില്ലെന്നാ പുള്ളി പറയുന്നത്. വേടനേതാ എനിക്കറിയത്തില്ല. നിനക്കറിയാം ആളിനെ? എന്റെ പേരിന് MG ശ്രീകുമാർ. ഇവൻ ഈ റിയാലിറ്റി ഷോയിൽ പിള്ളേരെ കളിപ്പിച്ച് അവിടെ ഇരിക്കുന്നതല്ലാതെ വേടൻ കൂടുന്നത്ര ആളുകളെ അവന് കൂട്ടാൻ ഇപ്പൊ പറ്റത്തില്ല. 40 വർഷം കേരളത്തിൽ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് കേരളത്തിൽ ശ്രദ്ധേയനായ ഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന MG ശ്രീകുമാറിന് 2020 മുതൽ റാപ്പ് സംഗീതത്തിൽ കേരളത്തിൽ ചലഞ്ചായി മാറ്റിക്കൊണ്ട് കേരളത്തിന്റെ യുവ മനസ്സുകളിലേക്ക് ആഴത്തിലിറങ്ങിയ വേടന്റെ അറിയത്തില്ല, വേടന്റെ സംഗീതത്തെക്കുറിച്ചും എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ MG ശ്രീകുമാർ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇവന്റെ ഗാനമേളയ്ക്കൊന്നും നിങ്ങൾ പോകരുത് ദയവായിട്ട്. അവനെ നമുക്ക് കാണാം കോട്ടയത്ത് വെച്ച്. എന്തായാലും നിങ്ങൾ ആലോചിക്കണം, ശ്രീകുമാർ മാത്രമല്ല, പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം കെട്ടി വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഉടനെ വയനാട്ടിൽ നിന്ന് നമ്മുടെ ഫോറസ്റ്റ് മന്ത്രി ശശീന്ദ്രന്റെ പ്രസ്താവന ഏതായാലും വളരെ മോശമായി പോയെന്നാണ് ശശീന്ദ്രൻ പറഞ്ഞത്. കാരണം ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നിക്കക്കളി ഇല്ലാതായിപ്പോയി.
2 ദിവസം അനങ്ങാതിരുന്ന ഈ ഭരണകൂടം, അതാണ് ഭരണകൂട ഭീകരത എന്ന് നമ്മൾ പറയുന്നത്. 2 ദിവസം വിവരങ്ങൾ കിട്ടിയിട്ട് ഒരക്ഷരം പോലും പറയാതിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും CPM-ന്റെ നേതാക്കന്മാരും 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറയുക, ഇത് ശരിയായില്ല എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് UDF ആണെന്ന് തോന്നിപ്പോ. ഇത് ശരിയായില്ലെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ചില CPM-ന്റെ നേതാക്കന്മാർക്ക് ഇരട്ടത്ത് കെട്ടിയ പ്രഹരമായി മാറിയത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾ വേടനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ വഴി വേടൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജാതിമത ഭേദമെന്നെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്നപ്പോൾ CPM മലക്കം മറഞ്ഞു. അവർ പറഞ്ഞു വേടനെ ഇങ്ങനെ ഉപദ്രവിച്ചത് ശരിയായില്ലെന്ന് അവർ പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് അറിയാതെ ഇത്രയും മികച്ചൊരു സെലിബ്രിറ്റി എന്ന് പറയാവുന്ന വേടനെതിരെ ഒരു കേസെടുക്കാൻ ഒരു പോലീസുകാരനും കേരളത്തിൽ തയ്യാറാകില്ല. നിങ്ങൾ അറിയണം, പിണറായി വിജയന്റെ ആഫീസ് അറിയാതെ വേടൻ ഒരു വിധത്തിലും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ പോകത്തില്ല. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പും CPM ഇപ്പോൾ ഒളിച്ചു കളിക്കുക. അവർ പറഞ്ഞ ഇപ്പൊ ജാതിയും മതമൊന്നുമില്ല, പാട്ടിനങ്ങനെ മുന്നോക്കനും പിന്നോക്കനും ഒന്നുമില്ലെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു. പാട്ടിന് മുന്നോക്കനൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ എന്നാ പറഞ്ഞു. ആണോ? അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത് കേരളത്തിൽ. അങ്ങനെയെങ്കിൽ കലാഭവൻ മണിയെ അനുഭവിച്ച ദുരന്തങ്ങൾ, ഒരു സ്വർണ്ണ ലോക്കറ്റ് ഒരു വളയിട്ടതിന്റെ പേരിൽ അദ്ദേഹത്തിന് എയർപോർട്ടിൽ ഉണ്ടായ ദുരന്തം നമ്മൾ മറന്നിട്ടില്ല. കലാഭവൻ മണിക്ക് ജാതിപരമായി നടത്തിയ പീഡനങ്ങൾ നമ്മൾ മറന്നിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ അനുജന് ഇടതുപക്ഷ സഹയാത്രിയായ ഒരു കലാകാരിയുടെ കയ്യിൽ നിന്നും വായിൽ നിന്നുമുണ്ടായ പരാമർശം കറുപ്പിനെ വിമർശിച്ചുകൊണ്ട്, അത്തരമൊരു പരാമർശം നടത്തിയിട്ട് അതിനെ പ്രതികരിക്കാൻ കഴിഞ്ഞോ ഇടതുപക്ഷ ഗവൺമെന്റിന്? ഇടതുപക്ഷ ഗവൺമെന്റ് ഒന്ന് പറയും, ഒന്ന് ചെയ്യും. ഈ രാജ്യത്തെ അടിസ്ഥാന വർഗങ്ങളുടെ കാര്യങ്ങൾ പറയുകയല്ലാതെ അവർ അടിസ്ഥാന വർഗങ്ങളുടെ കൂടെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. ഈ സംഭവം നമ്മളെ സൂചിപ്പിക്കുന്നത് വേടൻ പറഞ്ഞ ചില വാക്കുകളാണ്. കേരളത്തിൽ ഒന്നും നടക്കത്തില്ല എന്ന് വേടൻ പറയുകയാണ് സ്റ്റേജിൽ നിന്നുകൊണ്ട്. കേരളത്തിൽ ചുക്കും നടക്കത്തില്ല എന്നാണ് വേടൻ പറഞ്ഞത്. കേരളവും ജാതി ഭ്രാന്തന്മാരുടെ കൂടാരമാണെന്ന് വേടൻ പറയുന്നു സ്റ്റേജുകളിൽ നിന്നുകൊണ്ട്. ആർക്കെങ്കിലും ജയിക്കൂ? മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും നടപ്പിലാക്കുന്ന ഒരു നവകേരളമാണ് ഈ കേരളമെന്ന് പറയുന്ന സ്ഥലത്ത് 10,000-കണക്കിന് യുവ മനസ്സുകളെ സാക്ഷി നിർത്തി വേടൻ പറയുന്നു, ഈ കേരളം കൊള്ളുകേല ഭ്രാന്താലയമാണെന്ന് മറ്റൊരു വിവേകാനന്ദനെ പോലെ വേടന്റെ വാക്കുകൾ ഒഴുകിയെത്തുകയാണ്. ആ വാക്കുകൾ ഇവിടുത്തെ ചില പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും യുവജന പ്രസ്ഥാനങ്ങൾക്കും ഒരിടുത്തിയായി മാറിയത് കൊണ്ടാണ് വേടനെ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ഈ ഭരണകൂടം തീരുമാനിച്ചത്. ഇപ്പൊ നാളെ വേടൻ DYFI പോലെ ഞങ്ങൾക്ക് വിരോധമില്ല. ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറയും. ഈ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ദളിതർ, ആദിവാസികൾ, പട്ടികജാതിക്കാർ, കലാകാരന്മാർ, ഉദ്യോഗസ്ഥന്മാർ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഈ അടുത്ത കാലത്തൊരു IAS ഓഫീസർ പറഞ്ഞില്ലേ? എന്റെ വെന്ന കമല ശാരദ മുരളീധരൻ പറഞ്ഞില്ലേ? ഞാൻ അനുഭവിച്ച പീഡനം IAS ഓഫീസർ പറയുക. ഇത് കേരളമാ. പല ആളുകളും പണ്ട് മറ്റു സംസ്ഥാനങ്ങളെ നോക്കി പഠിക്കാനാ പറയുന്നത്. ഈ കേരളത്തിൽ ഒരു IAS ഓഫീസറായ അണ്ടർ സെക്രട്ടറി IAS പറയുന്നു, ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ വിവേചനങ്ങളുടെ നാടായി മാറുകയാണ്, ജാതി ഭ്രാന്തന്മാരുടെ നാടാണ്. അതിൽ ഭരണകൂടത്തിന് പിന്തുണയുള്ള ആളുകളുമുണ്ട്. അതുകൊണ്ടാണ് ലഹരിക്കടത്തിൽ, ലഹരി കേസിൽ പല നീതികൾ നടക്കുന്നത്. നിങ്ങൾ അറിയണോ? ഇവിടുത്തെ ഒരു MLA, ആ MLAയുടെ മകൻ കഞ്ചാവടിച്ച് ഫോറസ്റ്റ് പോലീസ് ഓഫീസർമാരും അദ്ദേഹത്തെ കൊണ്ടുപോയി, എക്സൈസുകാരെ കൊണ്ടുപോയി. ആ MLAയുടെ മകനെ നിമിഷങ്ങൾക്കകം പറഞ്ഞു വിടുകയാണ്. പോലീസ് നടത്തിയ പരിശോധനയിൽ
കഞ്ചാവിന്റെ ഗന്ധം മാത്രമേ ആ ചെറുപ്പക്കാരൻ പാവത്തിന്റെ കയ്യിലുള്ളൂ. MLA മകനായതുകൊണ്ട് രക്ഷപ്പെട്ട് വീട്ടിൽ പോകും. പാവപ്പെട്ട ആളുകളൊന്ന് വലിക്കാനൊരു കഞ്ചാവ് രഹപ്പഴിക്കെങ്ങാനും കൊണ്ട് നടന്നാൽ അവൻ 45 ദിവസം കഴിഞ്ഞ് 3-4 റിമാൻഡ് കഴിഞ്ഞാണ് ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു MLA മകന് നീതി കൊടുക്കുന്ന വേർതിരിവുകൾ ഇവിടെ നടക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ സംഗീതത്തിൽ മുന്നോക്കനും പിന്നോക്കനുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു മന്ത്രി, പണ്ട് അംബേദ്കറെ അവഗണിച്ച ഒരു മന്ത്രിയുണ്ട്, സജി ചെറിയാൻ, അങ്ങേര് പറയുക പിള്ളേരായ ശലം വെള്ളം കുടിക്കുന്നു. ഇത്തിരി വിവരം കെട്ട കുറേ യുവന്മാരാണ് ഈ കേരളം. അതാണ് സുനിൽ സാർ നാൾ അംബേദ്കർ ജയന്തിക്ക് അത് പറയേണ്ടി വരും. എന്തൊരു വിവരക്കേടാണ് പറയുന്നത്. പിള്ളേരായാൽ മദ്യപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റ് തന്നെ ലഹരി വിരുദ്ധ പരിപാടികളുമായി കേരളത്തിൽ ലക്ഷോപലക്ഷം രൂപ കളഞ്ഞുകൊണ്ട് പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ വിവേചനങ്ങളെ തുറന്നു കാണിക്കേണ്ട ബാധ്യത കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആണുങ്ങളുടെ പ്രസ്ഥാനമായ CSTS ബാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വൈകുന്നേരം ഈ കോട്ടയത്തൂടെ ഇത്രയൊരു മാർച്ച് നടത്തി നമ്മുടെ ശക്തമായ പ്രതിഷേധം ഇവിടെ അറിയിച്ചത്. വേടന്റെ പാട്ട് തുടരുക മാത്രമല്ല, അടുത്ത വർഷം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ വേദിയിൽ വേടനെ കൊണ്ടുവന്നിരിക്കുന്നു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വേടന്റെ പാട്ട് കേരളത്തിൽ തുടരും. ആരൊക്കെ എതിർപ്പുണ്ടെങ്കിലും ആ വേടന് പാടുവാനുള്ള സൗകര്യവും സംവിധാനങ്ങളും പിന്തുണയും വേണ്ടി വന്നാൽ വേണ്ട സപ്പോർട്ടുകളും കൊടുക്കുവാൻ CSTS ബാധ്യതയുണ്ട്. ഇതിനെ ആദ്യമായി എതിർത്തുകൊണ്ട് ഈ വിഷയത്തിൽ കേരളത്തിൽ നിലപാടറിയിച്ച അഭിമന്യനായ ഗീവർഗീസ് കൂർലോസ് മെത്രാപ്പോലീത്ത നമ്മുടെ യോഗത്തിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചാണ്. അദ്ദേഹത്തിന് ശാരീരികമായി സുഖമില്ലാത്തതുകൊണ്ടാണ് വരാഞ്ഞത്. വളരെ ശക്തമായി പ്രതിഷേധിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം കേരളം പോലൊരു മണ്ണിൽ ജാതീയത കൂടി വരുന്നൊരു കാലഘട്ടമാണ്. കേരളത്തിൽ സാമൂഹ്യ നെറികേടുകൾ കൂടി വരികയാണ്. പട്ടികജാതിക്കാർക്കെതിരെ നിരന്തരമായി അക്രമങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് കഴിയുമോ? അതുകൊണ്ടാണ് വേടനെ വേട്ടയാടിയ ഗവൺമെന്റ് നീക്കം. ഗവൺമെന്റും ഇപ്പൊ വേടന് അനുകൂലമായിട്ട് നിൽക്കുക. നിങ്ങൾക്കൊരു സംശയം വേണ്ട, വേടനെ അറസ്റ്റ് ചെയ്ത 1-ാം നമ്പർ പ്രതി ആഭ്യന്തര വകുപ്പാണ്. 2-ാം നമ്പർ പ്രതിയാണ് ഫോറസ്റ്റ് മന്ത്രി ശശീന്ദ്രൻ. ഇവർ രണ്ടും സ്വന്തക്കാരും കൂടെ, നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ, കുടുംബക്കാരെ ഇവരില്ല. അപ്പൊ ഇവരെല്ലാം കൂടെ കൂടി ചില പാട്ടുകൾ പലരും പാടുന്നുണ്ട്. പുഷ്പനെ അറിയാവോ, പുഷ്പനെ അറിയാം. പാട്ടെല്ലാം ചീറ്റിപ്പോയി, ഒരൊറ്റ പാട്ട് കാണാം. ഈ റാപ്പ് സംഗീതത്തിന്റെ വരവോടുകൂടി ജനകീയമായി ജനമനസ്സുകളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന നിലയിൽ ഇവിടെ സിനിമ നിർമ്മിച്ചാൽ ഈടി പിടിക്കുമെന്ന് പറയുന്ന തന്റെ ഇടം കാണിച്ച ഒരു ഗായകനെ നിങ്ങൾ കാണിക്കോ കേരളത്തിൽ? വേടന് പേടിയില്ലാന്ന് വേടൻ പറഞ്ഞു, ഇവിടെ ഒരു സിനിമ നിർമ്മിച്ചാൽ ഈടി ആദ്യം വന്ന് നമ്മളെ പിടിക്കും. ഇവിടെ പട്ടികജാതിക്കാരൻ പാടിയാൽ പ്രശ്നങ്ങളാണ്. അതാണ് കലാഭവൻ മണിക്കുണ്ടായ അനുഭവം. നമ്മൾ വേടന്റെ മദ്യപാനത്തെയും കഞ്ചാവ് ഉപയോഗത്തെയും നമ്മൾ അനുകൂലിക്കുന്നില്ല, അതിനെതിരാണ് നമ്മൾ. അതോടൊപ്പം വേടനെ വേട്ടയാടിയത് ജാതീയപരമായ വിവേചനത്തിന്റെ ഭാഗമായി ഭരണകൂടത്തിന്റെ ഭീകരതയാണെന്ന് അടിവരയിട്ട് പറയാൻ നമ്മൾ പോയാൽ ഇതിനെ നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോകും. ഇപ്പോൾ ആർക്കും ശബ്ദമില്ല. സോഷ്യൽ മീഡിയ വഴി ചില ആളുകൾക്ക് ശബ്ദമില്ലായിരിക്കും. ഞാൻ പറഞ്ഞെടുത്ത് അവസാനിപ്പിക്കട്ടെ. നമ്മുടെ വയനാട് കളക്ടറേറ്റിൽ ഇരിക്കുന്ന ആനക്കൊമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ രാവിലെ കളക്ടർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളൊരു മെയിൽ അയക്കാൻ പോവാം. കളക്ടർ ഒന്ന് അറസ്റ്റ് ചെയ്യട്ടെ. സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കിടക്കുന്നത് പുലിനഖമാണെന്ന് ഞങ്ങൾ സംശയിക്കുന്ന ഫലമായി ഈ ഗവൺമെന്റ് നട്ടല്ലുണ്ടോ സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യാൻ? നേരം പോവും. മറ്റ് പല ആളുകളുടെയും കഴുത്തിൽ കിടപ്പുണ്ട് പുലിനഖം. പല ആളുകളുടെയും വീട്ടിൽ ആനക്കുമുണ്ട്.
അറസ്റ്റ് ചെയ്യുവാൻ തന്റെ ഇടമുള്ള ആർജവമുള്ള ഒരു ആഭ്യന്തരമന്ത്രി കേരളത്തിനുണ്ടോ? ഞങ്ങൾ ചോദിക്കുക. പട്ടികജാതിക്കാരൻക്ക് ഒരു ഗ്ലാസ് കള്ളു കുടിച്ചിട്ട് വഴി നിന്നാൽ അവനെ അറസ്റ്റ് ചെയ്യുക. പട്ടികജാതിക്കാരൻ പാട്ടുപാടിയാൽ അത് വലിയ കുറ്റമായി മാറുക, പ്രതിഷേധം അറിയിച്ചാൽ അത് കുറ്റമായി മാറുക, അതിന്റെ പേര് കള്ളക്കേസെടുക്കുക, അവരെ പീഡിപ്പിക്കുക. ഇടതുപക്ഷ ഗവൺമെന്റിന് ചേർന്ന സമീപനമാണോ എന്ന് ആലോചിക്കണം. ഈ CSTS അതുപോലെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം CSTSന്റെ ജൈത്രയാത്രയിൽ അതിനെ തകർക്കുവാൻ വേണ്ടി ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കള്ളക്കേസിൽ കുടുക്കി നമ്മുടെ അക്കൗണ്ടുകൾ പോലും മരവിപ്പിച്ചുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരെയെല്ലാം കള്ളക്കേസിൽ കുടുക്കിയ ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. ആ ഗവൺമെന്റിനെ പലപ്പോഴും പിന്തുണച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് നമ്മൾ. പക്ഷേ ഈ വിഷയത്തിൽ ഗവൺമെന്റ് എതിരാണ് നമ്മൾ, ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്കൊരു സോപ്പിങ്ങുമില്ല CSTSനെ സംബന്ധിച്ചോളം. അത് കോൺഗ്രസിനെതിരെ വേണേൽ പറയും, BJPക്കെതിരെ പറയും, CPMനെതിരെ പറയും. ആര് കേരളം ഭരിച്ചാലും കുഴപ്പമില്ല, ആര് കേന്ദ്രം ഭരിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കി അത് ഞങ്ങൾക്ക് വലിയ ഒരു അംഗീകാരമായി നിങ്ങൾ മാറി എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വിഴിഞ്ഞം പദ്ധതിയൊക്കെ നടക്കട്ടെ. 777 പേർക്ക് അവിടെ ജോലി കൊടുത്തെന്നാണ് പറയുന്നത്. വിവരാവകാശം വെക്കാൻ പോകും. എത്ര പട്ടികജാതിക്കാരൻ അവിടെ ജോലി കൊടുത്തിട്ടും നിങ്ങൾ അറിയണം. ഒരു പട്ടികജാതിക്കാരൻ അവിടെ ജോലി കൊടുക്കത്തില്ല. അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. കളക്ടറേറ്റിലെ ആനക്കൊമ്പ് മോഹൻലാലിന്റെ കേസ് റീ ആയിട്ടെടുക്കുമോ? സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കുമോ? അതില്ല എങ്കിൽ വേടനെതിരെ എടുത്ത കേസ് അടിയന്തരമായി പിൻവലിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് വേടനോടും പട്ടികജാതി വിഭാഗത്തോടും നടത്തിയിട്ടുള്ള അതിക്രമം കേരളക്കരയാകെ നമ്മുടെ മനസ്സുകളിൽ നൊമ്പരമായി മാറിയിട്ടുണ്ട്. നമ്മുടെ മനസ്സുകളിൽ നൊമ്പരമായി വേടനെ അറസ്റ്റ് ചെയ്തത്, ആ അറസ്റ്റ് ചെയ്തതിന്റെ രീതി, ഒരു ചെറുപ്പക്കാരൻ ഒന്നും അറിയാതെ നിൽക്കുന്നു. അദ്ദേഹം ജയിലിൽ നിന്ന് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞു, ഞാൻ മദ്യപിക്കുന്നതും ഞാൻ പുകവലിക്കുന്നതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോയി ഒരു നല്ല മനുഷ്യനായി മാറുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പെരുമ്പാവൂർ കോടതി വരാന്തിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഒരു ചെറുപ്പക്കാരനെ ഇത്ര നിഷ്ഠൂരമായി വേട്ടയാടിയ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും രാജിവെച്ചൊഴിയണമെന്നാണ് CSTS ആവശ്യപ്പെടാനുള്ളത്. ഇതിന് തക്കതായ മറുപടി കേരളത്തിലെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ, വെട്ടിയയച്ച് പട്ടികജാതി വിഭാഗങ്ങൾ, വേടനെ വേട്ടയാടിയ ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ ശക്തമായ നിലപാടുകൾ ഞങ്ങൾ എടുത്തുകൊണ്ട് ഈ അനീതിയെ കേരളത്തിൽ ഇനി അനുവദിക്കത്തില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് ഈ സ്വയം സന്ധ്യയിൽ ഇത്ര ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത് അഭിവാദ്യം അർപ്പിച്ച, പ്രതിഷേധമറിയിച്ച മുഴുവൻ പ്രവർത്തകരെയും ഞാൻ അഭിവാദ്യം ചെയ്തതോടൊപ്പം വേടനെ വേട്ടയാടിയ ക്രൂരതയ്ക്കെതിരെ വേടന്റെ പാട്ട് കേരളത്തിൽ തുടരട്ടെ എന്നുള്ള സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും ഇത്തരം പ്രതിഷേധ യോഗങ്ങൾ CSTS സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേസ് പിൻവലിക്കണമെന്നുള്ള ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ എടുത്തിട്ടുള്ള കേസ് പിൻവലിക്കണം. കാരണം ആ കേസ് മുന്നോട്ട് പോയാൽ 7 വർഷം വരെ തടവ് കിട്ടുന്ന ഒരു കുറ്റമാണ്. 25-28 വയസ്സുള്ള ചെറുപ്പക്കാരനെ 7 വർഷം ശിക്ഷ കിട്ടുന്നൊരു വകുപ്പിലേക്ക് അകത്തിടാൻ വേണ്ടി ഈ ഗവൺമെന്റ് നടത്തിയ ബോധപൂർവമായ ശ്രമം, ആ ശ്രമമാണെങ്കിൽ നിങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറായില്ലെങ്കിൽ കേരള ഗവൺമെന്റിന് വരുന്ന 8 മാസം കഴിയുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചുട്ട മറുപടി നൽകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമ്മേളനം വേടനെ വേട്ടയാടുന്ന ഈ സവർണ മേധാവിത്വത്തിനെതിരെ, സവർണ ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ജയ് ഭീം.